ഇന്നൊരു ഹോം ഡെക്കറേഷൻ വീഡിയോ ആണ്. എല്ലാവരുടെയും വീട്ടിൽ കണ്ടുവരുന്ന ഗോൾഡൻ മണി പ്ലാന്റ് കൊണ്ടുള്ള ഒരു എൻട്രൻസ് മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ ഒരു വർഷത്തിന് മുന്നേ ഒരു കമ്പൊക്കെ ചുറ്റി വെച്ചിരുന്ന ഒരു മണി പ്ലാന്റ് ആണ്. ഇത് മാറ്റി തന്നെ വെച്ചിരുന്നു. അന്ന് വളമൊക്കെ ഇട്ട് വെച്ചിരുന്ന പ്ലാന്റ് ആണ്. പിന്നീട് ഇതിനെ പറ്റിയിട്ട് ഒന്ന് വളം കൊടുക്കാനോ ഒന്ന് നേരാ ചൊവ്വേ വെക്കാനോ ഒന്നിനും പോയിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഇതിനെ ഒന്ന് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവനെ ഒന്ന് അഴിച്ച് പണിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവനാകുമ്പോഴത്തേക്ക് നല്ല ലെങ്ത് കാണാൻ സാധ്യത കൂടുതലാണ്. നിസ്സാര കാര്യമാണെന്ന് കരുതിയിട്ടാണ് ഇതിനെ വലിച്ചു പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ സംഭവം വിചാരിക്കും പോലെ അല്ല കേട്ടോ. എല്ലാം കുരുങ്ങി വാരി കിടക്കുമായിരുന്നു. അപ്പോൾ ഇതിനെ കുരുക്കഴിച്ച് നേരെ പയ്യെയാണ് ഇതിനെ നമ്മൾ വള്ളിയൊന്നും പൊട്ടിപ്പോവാതെ ഈ മണി പ്ലാന്റിനെ നൂത്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഒരു മണി പ്ലാന്റ് ട്രീ കൂടിയുണ്ട്. അതുകൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെം ആ ഒരു സപ്പോർട്ടിനായിട്ട് വെച്ച് എടുത്തിരുന്ന ആ ഒരു സ്റ്റെം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് അകത്ത് മൊത്തം ചകിരിയാണ്. ആ ഒരു ചകിരിച്ചോറ് മൊത്തം ഈ ഒരു മണി പ്ലാന്റ് വലിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നീളം വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലാന്റ്സ്. അപ്പോൾ ഇതിനകത്തു നിന്നുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള ലീവ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഞാൻ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിൻ്റെ എൻട്രൻസിലായിട്ടാണ്. അപ്പോൾ ആ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി അതിന് ശേഷമുള്ള വ്യൂ കാണിക്കാം. അപ്പോൾ ദേ നമ്മളെ മണി പ്ലാന്റിൻ്റെ നീളം ഒന്ന് കാണണ്ടേ. സ്റ്റെപ്പ് ഇറങ്ങി കിടക്കുക കേട്ടോ മണി പ്ലാന്റ്. ഇത്രയും നീളത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്നാലും വളരെ ഭംഗിയോടുകൂടി നല്ല നീളത്തിൽ ഞാൻ ഒന്നും പൊട്ടിച്ച് കളയാതെ നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ഒരു സപ്പോർട്ടിനായിട്ട് ഒരു വാർണിഷൊന്നും ചെയ്യാത്ത സാധാരണ സ്റ്റെമ്മ്, ഒരു തടിയുടെ ഒരു നീളത്തിനുള്ളൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടൊന്ന് കുത്തി വയ്ക്കുകയാണ്. ഇനി നമുക്കൊരു വള്ളി ഒപ്പിച്ചെടുക്കണം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ഞാനൊന്ന് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് സെല്ലോ ടേപ്പ് ചെയ്ത് ഒട്ടിച്ചാൽ മാത്രം മതി. നമുക്ക് ആണിയൊക്കെ അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെല്ലോ ടേപ്പിൻ്റെ സപ്പോർട്ടായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സെല്ലോ ടേപ്പ് ഞാനിവിടെ ഒരു ഹുക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു സെല്ലോ ടേപ്പ് വഴി ആ ഒരു കയറിനെ. ഇനി പ്ലാന്റിനെ കേടൊന്നും വരാത്ത വിധം നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലും കൂടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യുക, പേജ് ലൈക്ക് ചെയ്തിട്ടേക്കുക. യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻസ് കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന ഒരു ചാനലാണ്. ഒരുപാട് പ്ലാൻ ബേസ്ഡ് വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. കയറി കണ്ടു നോക്കുക. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഒരു മണി പ്ലാന്റ് ട്രീയുടെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് സംഭവം. നല്ല വലിയ ലീഫൊക്കെ ഉള്ള ട്രീ ആണ്. ശരിക്കും ട്രീ ഇതല്ല കേട്ടോ. ഇതൊരു തേക്കിൻ്റെ മരത്തിൽ വെച്ച് കൊടുത്ത ഒരു പ്ലാന്റ് ആയിരുന്നു. മണി പ്ലാന്റിൻ്റെ ഒരു ചെറിയൊരു സ്റ്റെമ്മായിരുന്നു. അവിടെ നിന്ന് വളർന്നൊരു 10 കൊല്ലത്തോളം ആയപ്പോഴേക്കും ഇത്രയും വലിയ ലീഫൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു മരമാണത്. അപ്പോൾ അതെ, അതിൻ്റെ ഒരു കുഞ്ഞായിരുന്നു കേട്ടോ ഇത്. ഇപ്പോഴാണ് ഇത്രയും നീളം ആയേക്കുന്നത്. അപ്പോൾ അതെ, നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ഒന്ന് കണ്ടാലോ. നല്ല ഭംഗിയുണ്ട്. എൻ്റെ കണ്ണിൽ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. എങ്ങനെ ഉണ്ടെന്നോടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഒരുപാട് യുണീക്ക് ഐഡിയാസുമായിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.